ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 114 ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത്. നിലവിലുള്ള 36 റഫേൽ വിമാനങ്ങൾക്ക് പുറമെ 114 വിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നു വരും വർഷങ്ങളിൽ. ഈ ഏറ്റെടുക്കലിലൂടെ റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇനി വരാനിരിക്കുന്ന 10 മുതൽ 15 വർഷത്തിനുള്ളിൽ റഫേൽ വിമാനങ്ങളുടെ എണ്ണം എന്നത് നമുക്ക് 200ലേക്ക് എത്തിക്കാനായി സാധിക്കും, ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിനാണ് പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അനുമതി നൽകാനിരിക്കുന്നത്. 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ പൂർണ്ണമായും സേനയുടെ ഭാഗമായി മാറും. ഇതിനോടൊപ്പം തന്നെ നാവികസേനയുടെ റഫേലുകൾ കൂടി ചേരുന്നതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് റഫേൽ വിമാനങ്ങൾ കൂടുതൽ ഇന്ത്യ ഓർഡർ ചെയ്യാൻ ഒരുങ്ങിയത്. റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള വ്യോമസേനയുടെ പദ്ധതി രൂപരേഖ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശനം നടത്താനിരിക്കുന്നത് മുൻപ് തന്നെ കരാറിന് അന്തിമ രൂപം നൽകുമെന്നാണ് കരുതുന്നത്. ഈ മാസം ഫെബ്രുവരി 19, 20 തീയതികളിലാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനം. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആയുധ കരാറായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പുതിയ കരാർ അനുസരിച്ച് 114ൽ 100 റഫേൽ വിമാനവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നുള്ളതാണ് അതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കും. അതിലൂടെ തൊഴിൽ സാധ്യതകൾ, ഒപ്പം തന്നെ ഇന്ത്യയുടെ ശക്തമായ ദൃഢമായ ആ തദ്ദേശീയത, ആത്മനിർഭർ ഭാരത് എന്ന സന്ദേശം, ഇതൊക്കെ ലോകത്തിന് മുന്നിൽ വിളിച്ചോതാനായി നമുക്ക് സാധിക്കും. കരാർ നടപ്പായി കഴിയുമ്പോൾ റഫേലിന്റെ അന്തിമ അസംബ്ലി യൂണിറ്റ് ഇന്ത്യയിൽ സജ്ജീകരിക്കുന്ന വിധത്തിലായിരിക്കും ആ കരാറിൽ ധാരണയുണ്ടാക്കുന്നത്. വിമാനത്തിൽ 60% ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരാർ ഒപ്പിട്ട് ഉടൻ തന്നെ 15ലധികം വിമാനങ്ങൾ നൽകാമെന്ന് ഇതിനോടകം തന്നെ റഫേൽ നിർമ്മാതാക്കളായിട്ടുള്ള ദസോൾട്ട് ഏവിയേഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വ്യോമസേനയുടെ ഇപ്പോഴത്തെ സ്ക്വാഡ്രൺ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ പദ്ധതിയിട്ടത് ഈ വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് മിഗ് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ സേവനം അവസാനിപ്പിച്ചതോടെയാണ് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷിയിൽ വലിയൊരു കുറവ് സംഭവിച്ചത്. ആ പ്രതിസന്ധി ഉടനടി പരിഹരിക്കുക, വളരെ വേഗത്തിൽ അത് മറികടക്കുക, പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നടപടി കൂടുതൽ വേഗത്തിലാക്കുന്നത്. കൃത്യതയുള്ള ദൗത്യങ്ങൾക്ക് ഏറെ പേര് കേട്ട ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് കൂടിയാണ് റഫേൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ വിന്യസിച്ച റഫേലുകൾ അതിന്റെ പ്രകടന മികവ് നമുക്കറിയാവുന്നതാണ്. 250 കിലോമീറ്ററിലധികം അകലെയുള്ള ശക്തമായ ലക്ഷ്യങ്ങളെ അതീവ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന, വായുവിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലായിട്ടുള്ള സ്കാൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് കീഴടക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാഖ് യുദ്ധത്തിലും ലിബിയയിലും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല സംഘടന മേഖലകളിലുമൊക്കെ ഫ്രാൻസും ഇന്ത്യയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 114 വിമാനങ്ങൾ കൂടി ഇന്ത്യക്ക് സ്വന്തമാകുന്നതോടെ ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞ് ഏറ്റവും അധികം വിമാനങ്ങളുള്ള വ്യോമസേനയായി ഇന്ത്യ മാറുന്നതോടെ ഇന്ത്യക്ക് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. 2024 ഡിസംബറിലാണ് വ്യോമസേന അവസാനത്തെ സി വേരിയന്റ് റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും സ്വീകരിച്ചത്. അതുകൂടാതെ 63,000 കോടി രൂപയുടെ മറ്റൊരു കരാർ അനുസരിച്ച് 26 എം വേരിയന്റ് റഫേലുകളും ഇന്ത്യ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാവികസേനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഫേൽ വേരിയന്റ് എം വേരിയന്റ് ആണ്. അതിന്റെ കൈമാറ്റം 2030 ആകുമ്പോഴേക്കും സാധ്യമാകുമെന്നാണ് കരുതുന്നത്. INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിലായിരിക്കും എം വേരിയന്റ് റഫേൽ വിമാനങ്ങൾ വിന്യസിക്കുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് പുറമേ തന്നെ ഫ്രാൻസിൽ നിന്നും സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ കൂടി ഇന്ത്യ ഇതോടൊപ്പം വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഇന്ത്യയുടെ മിടുക്കനായ, കരുത്തനായ വ്യോമാക്രമണ ശേഷിക്ക് കൃത്യമായ ആക്രമണ പ്രഹരം നൽകുന്ന ആയുധമായി തന്നെയാണ് സ്കാൽപ്പിനെ അറിയപ്പെടുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള വജ്രായുധം ഈ ക്രൂയിസ് മിസൈലുകളുടെ കൂടി വാങ്ങലിന് വേണ്ടി ഇന്ത്യ കരാറിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.